തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ തിരുവചനം ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 24-ാം അധ്യായം 20-ാം വാക്യമാണ്. ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. യഹൂദ പ്രഭുക്കന്മാർ ദൈവാലയം ഉപേക്ഷിക്കുകയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ച് യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും ദൈവകോപം വരുത്തിവെക്കുകയും ചെയ്തപ്പോൾ അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. എങ്കിലും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തെ കോപിപ്പിച്ചതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് യെഹോയാദാ പുരോഹിതൻ്റെ മകനായ സെഖര്യാവിൻ്റെ മേൽ വന്നു. അങ്ങനെ സെഖര്യാവ് ജനത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ശ്രദ്ധിച്ചത്: നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? എല്ലാവരും ശുഭമായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ അനേകർക്കും അങ്ങനെ ആയിരിക്കുവാൻ കഴിയുന്നില്ല. അതിന് കാരണം അവിടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു: അവർ യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കുന്നില്ല. അനുസരണം അനുഗ്രഹത്തിന് മുന്നോടിയാണല്ലോ. എന്നാൽ ജനം അനുസരണക്കേടിൻ്റെ അധിപതിയായ പിശാചിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നതിനാൽ ശുഭമായിരിക്കാൻ കഴിയുന്നില്ല. നാം ശുഭമായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്തൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ എന്നാണ്. ദൈവം യോശുവയോട് പറയുന്നത്: നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് ദൈവ വഴിയിൽ നടന്നിട്ടുള്ളവരെല്ലാം ശുഭമായിരുന്നിട്ടുണ്ട്. അബ്രഹാം ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ടുണ്ടായ അനുഗ്രഹങ്ങൾ നമുക്കറിവുള്ളതാണ്. ദൈവവിളി കേട്ടനുസരിച്ച് എവിടേക്ക് പോകുന്നെന്നറിയാതെ യാത്ര പുറപ്പെട്ട അബ്രഹാമിനെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്താണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ തൻ്റെ വഴികളിലൊക്കെയും ശുഭമായിരിക്കും. നമ്മുടെ ജീവിതം ശുഭമായിരിക്കണമെങ്കിൽ ദൈവവചനം പ്രമാണിക്കുക മാത്രമല്ല, പ്രാർത്ഥനാ നിർഭരമായൊരു ജീവിതമുണ്ടായിരിക്കണം. ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങിപ്പോകുവാൻ അനുവാദം ലഭിച്ച ഇസ്രായേൽ ജനം എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ അഹവ ആറ്റിനരികെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയതായി എസ്രാ 8:21 രേഖപ്പെടുത്തിയിരിക്കുന്നു. തങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും അവരുടെ കുഞ്ഞുകുട്ടികൾക്കും അവരുടെ സമ്പത്തിനും വേണ്ടി ശുഭയാത്ര യാചിക്കേണ്ടതിനും വേണ്ടിയാണ് ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയത്. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവത്തെ അന്വേഷിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കുമെന്നും തന്നെ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലമായിരിക്കുമെന്നും അവർക്ക് ബോധ്യമായി. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി നാം ചെയ്യുന്ന സകല കാര്യങ്ങളും ശുഭമായിരിക്കുമെന്ന് ഭക്തന്മാരുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് മക്കളും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട് ശരീരത്തിൽ വ്രണം നിറഞ്ഞ് വളരെ കഷ്ടതയിലൂടെ കടന്നുപോയ ഇയ്യോബ് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബിൻ്റെ ആഗ്രഹം ദൈവം നിവർത്തിച്ചതായി നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നു. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമുക്ക് ശുഭം വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ലംഘനങ്ങളും പാപങ്ങളുമാണ്. ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവർക്കാണ് ശുഭം വരുന്നത്. നമ്മെ ശുഭകരമായി പ്രവർത്തിക്കുവാൻ അഭ്യസിപ്പിക്കുകയും നാം പോകേണ്ടുന്ന വഴിയിൽ നമ്മെ നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ പ്രിയ ഗായോസിനോട് പറയുന്നത് പോലെ: പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശുഭതയാണ് ഏറ്റവും പ്രധാനം. പാപികളും അശുദ്ധരുമായ നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും ആത്മാവുമെല്ലാം അശുദ്ധമാണ്. അതിന് പരിഹാരം വരുത്തുവാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷങ്ങളെല്ലാം നീക്കി നമ്മെ ശുദ്ധരാക്കുന്നു. അങ്ങനെയുള്ളവർ ദൈവത്തോടുള്ള സഹിത്വത്തിലും പ്രാർത്ഥനയിലൂടെയും ശുഭമായിരിക്കാൻ കഴിയും.
നമ്മുടെ ജീവിതം ആ നിലയിൽ ശുഭമായിരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഇസ്രായേൽ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയെക്കുറിച്ച് യിരെമ്യാവ് പറയുന്നു. അത് ബാബേൽ പ്രവാസത്തിലുള്ള മടങ്ങിവരവാണ്. നമ്മുടെ പ്രവാസകാലം അവസാനിക്കാറായി. നാം പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവി, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വീണ്ടും വരുന്നു എന്നതാണ്. ലോക ജീവിതത്തിൽ ശുഭകരമായി ജീവിക്കുകയും അപ്പോൾ തന്നെ ഭാവിയിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് ആ ശുഭഭാവി ഏറ്റവും സമീപമായിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു ശുഭഭാവി ലഭിക്കത്തക്ക നിലയിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുവാനും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധരായി ജീവിക്കുവാനും ശുഭകരമായി പ്രവർത്തിക്കുവാനും അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുവാനും അവിടുത്തെ പ്രമാണം വിട്ട് അവിടുത്തെ ആ വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവിടുത്തെ വഴിയിൽ തന്നെ ജീവിക്കുവാനും കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.